പ്രശസ്ത തീർത്ഥാടന കേന്ദ്രമായ ബോസ്നിയ ഹെർസ്കോവിനയിലെ മെഡ്ജുഗോറിയയിൽ ദേവാലയത്തിന്റെ പുറത്തുള്ള അൾത്താരയ്ക്ക് തീയിടുകയും പരിശുദ്ധ കന്യകാമറിയത്തിന്റെ രൂപം വികൃതമാക്കുകയും ചെയ്തു. ചൊവ്വാഴ്ച പുലർച്ചെ 4:45ഓടെയാണ് അജ്ഞാതനായ വ്യക്തി അൾത്താരയിലേക്ക് കത്തുന്ന ദ്രാവകമൊഴിച്ച് തീ കൊളുത്തിയത്. ഇതിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. കൂടാതെ പ്രശസ്തമായ അപ്പാരിഷൻ ഹില്ലിലും ബ്ലൂ ക്രോസിന് സമീപവുമുള്ള മാതാവിന്റെ രൂപത്തിന്റെ മുഖഭാഗങ്ങളിലും അക്രമികൾ കറുത്ത പെയിന്റടിച്ച് വികൃതമാക്കുകയും സമീപത്ത് സാത്താനെ പരാമർശിക്കുന്ന വിദ്വേഷ സന്ദേശങ്ങൾ എഴുതിവെക്കുകയും ചെയ്തു. സംഭവത്തിൽ വിദ്വേഷത്തോടെയോ പ്രതികാരത്തോടെയോ അല്ല, മറിച്ച് പ്രാർത്ഥനയോടും ക്ഷമയോടും കൂടെ പ്രതികരിക്കാനാണ് മെഡ്ജുഗോറിയ ഇടവക അധികൃതരും ക്യൂൻ ഓഫ് പീസ് ഫൗണ്ടേഷനും വിശ്വാസികളോട് ആഹ്വാനം ചെയ്തിരിക്കുന്നത്. തിന്മയെ നന്മ കൊണ്ടും സ്നേഹം കൊണ്ടും പരാജയപ്പെടുത്തണമെന്നും ഈ അതിക്രമത്തിന് പിന്നിൽ പ്രവർത്തിച്ചവരുടെ മാനസാന്തരത്തിനായി പ്രാർത്ഥിക്കണമെന്നും ഇടവക പുറപ്പെടുവിച്ച ഔദ്യോഗിക പ്രസ്താവനയിൽ വ്യക്തമാക്കുന്നു. ഓഗസ്റ്റ് 1 ആരംഭിക്കുന്ന വാർഷിക യൂത്ത് ഫെസ്റ്റിവലിന് തൊട്ടുമുൻപാണ് ഈ ആക്രമണം നടന്നതെങ്കിലും എല്ലാ ചടങ്ങുകളും പ്രാർത്ഥനകളും തടസ്സമില്ലാതെ തുടർന്നു നടക്കുമെന്നും തകരാറിലായ ഭാഗങ്ങൾ പുനർനിർമ്മിക്കുമെന്നും സഭാ അധികാരികൾ അറിയിച്ചു. 1981 ജൂൺ 24-ന് 6 കുട്ടികൾക്ക് പരിശുദ്ധ മാതാവ് ദർശനം നൽകിയതായി വിശ്വസിക്കപ്പെടുന്ന മെഡ്ജുഗോറിയയിലെ ആത്മീയ അനുഭവങ്ങളെയും അതിലൂടെ ഉണ്ടാകുന്ന ഫലങ്ങളെയും 2024-ൽ വത്തിക്കാന്റെ വിശ്വാസ തിരുസംഘം ഔദ്യോഗികമായി അംഗീകരിച്ചിരുന്നു. നിലവിൽ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള തീർത്ഥാടകരും പ്രാദേശിക സഭയും ചേർന്ന് ദേവാലയ പരിസരം ശുചീകരിക്കുന്നതിനും പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾക്കുമായി ഒത്തുചേർന്നിരിക്കുകയാണ്.